നമ്മുടെ വീട്ടിലിരിപ്പുള്ള സാധനങ്ങൾ കൊണ്ട് ഒരു ചെറിയ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നല്ല ചൂടും വേർപ്പും അല്ലേ. പേരയ്ക്കയുണ്ട്. ഈ പേരയ്ക്കയുടെ നാലിലൊരു ഭാഗം ഞാൻ എടുത്തു. ഇത്ര എടുത്തിട്ടുള്ളൂ. പിന്നെ ഇത് കണ്ടോ, ചെറിയ ചെറിയ കുമ്മട്ടിയിൽ ചെറിയ കുമ്മട്ടി, അതിൻ്റെ ഇത്രയുള്ള ഒരു പീസ്, പകുതിയുടെ നാലിലൊരു ഭാഗം, അത് പകുതിയാക്കിയിട്ട് അതിൻ്റെ നാലിലൊരു ഭാഗം. പിന്നെ ഇത് പപ്പായ, പഴുത്തത് പപ്പായ ഞങ്ങളുടെ വീട്ടിലുണ്ടായ പപ്പായയാണ്, വാങ്ങിച്ചതല്ല കേട്ടോ. പിന്നെ ഇത് 2 ആലിപ്പൂവമ്പഴം ഉണ്ടായിരുന്നു ഇവിടെ, അതെടുത്തു. ഇത് കുറച്ച് ഗ്രേപ്സ്. പിന്നെ നമുക്ക് വേണ്ടത് തേനാണ്. തേൻ നല്ല മൂന്നാറിൽ നിന്ന്, ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന് ഇവിടെ ഒരു കടയുണ്ട്, മൂന്നാറിൽ നിന്ന് കൊണ്ടുവന്ന തേനാണ് ഇത്. അപ്പോൾ ആദ്യം തന്നെ ഇത് ഓരോന്നോരോന്നായിട്ട് അരിയണമല്ലോ. ഓരോന്നോരോന്നായിട്ട് അരിഞ്ഞെടുത്തിട്ട് നമുക്ക് എങ്ങനെയാണിതെന്ന് നോക്കാം. ഓരോന്നോരോന്നായിട്ട് എടുക്കാം. എല്ലാം അരിഞ്ഞ് ഇത് കണ്ടോ, എല്ലാം അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി മുന്തിരി, ഗ്രേപ്സ്, അതും കൂടി ഞാൻ ഇടുകയാണേ. നല്ല മധുരമുള്ള മുന്തിരിയാണ്. നല്ല പുറത്ത് കടയിൽ പോയപ്പോൾ വാങ്ങിയതാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എല്ലാ ഫ്രൂട്ട്സ് ഇരിക്കുന്നുണ്ട്. എന്നൊരു ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കിയാലോ എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇത് എല്ലാം ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാം ഇത് എല്ലാം കൂടി അരിഞ്ഞു. അപ്പോൾ എനിക്കറിയില്ല, അപ്പോൾ ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ ഒരു എണ്ണം ഞാൻ ഇങ്ങനെ കണ്ടു. എല്ലാം ഇതുപോലെയുള്ള, ഇതിൻ്റെ കൂടെ അവർ വേറെ ഇതും കൂടി ഇട്ടിട്ടുണ്ട്, മാതള നാരങ്ങ. അതെനിക്കില്ല കേട്ടോ, അതില്ല. അപ്പോൾ ഇത്രയുള്ള സാധനങ്ങൾ കൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേൻ ചേർക്കണമല്ലോ. തേൻ ഇത് കണ്ടോ, നല്ല കട്ടി തേനാണ് അവിടെ നിന്ന് കൊണ്ടുവന്നത്. നല്ല കട്ടി തേനാണ്. ഞാൻ പറഞ്ഞില്ലേ, മൂന്നാറിലൊരു ഫ്രണ്ട്, അവരവിടെ നിന്ന് കൊണ്ടുവന്ന നല്ല ഒറിജിനൽ തേനാണ്. അതിൽ കട്ടിയാണത്. നല്ല മധുരമുണ്ട് ഈ തേന്. പിന്നെ തേനും കൂടി ഒഴിച്ച് നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കഴിക്കാമെന്നാണ് ഞാൻ വിചാരിക്കണേ. ഒരു തണുപ്പ് കിട്ടുമല്ലോ. അത് കണ്ടോ, ഞാൻ കുമ്മട്ടി ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചിരുന്നു, അതിപ്പോൾ കഴിക്കാം. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ജ്യൂസ് കഴിക്കാം. അത് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും ഇത് കുറച്ച് വെച്ചിട്ട് രാത്രി കിടക്കാൻ നേരത്ത് കഴിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അങ്ങനെ കഴിക്കാം. ഓക്കെ, ഇപ്പോൾ ഫ്രൂട്ട് സാലഡ് റെഡി ആയിട്ടുണ്ട്. ഇത് ഓൾറെഡി ഇതിൻ്റെ ആദ്യത്തെ ഹാഫാണ്. ആ ഹാഫ് ഞാൻ എടുത്ത് വെച്ച്, ഇത് വെറുതെ കൊത്തിയരിഞ്ഞ് കുറച്ച് പഞ്ചസാരയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാട്ടോ. ഇതിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല പ്രത്യേകിച്ച്. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്, നിങ്ങളോട് ഞാൻ കാണിച്ചു തന്നതാണ്. ഇതും ഉണ്ടാക്കാറുണ്ട്, ഫ്രൂട്ട് സാലഡും ചെയ്യാറുണ്ട്. അപ്പം ശരി.